പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ച് ഇന്ത്യ. ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ദേശീയ കൗൺസിൽ യോഗവും ഇന്ന് ചേരും. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. വാഗ അട്ടാരി അതിർത്തി അടക്കം അടച്ചുള്ള ഒരു നടപടി, കടുത്ത നടപടി, നിർണായകമായ നീക്കത്തിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത്. ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. അതിന് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഡൽഹിയിൽ വെച്ചിട്ടാണ് സർവകക്ഷി യോഗം നടക്കുക. മാത്രമല്ല ഇതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക. അപ്പം ഇന്നലെ നടന്ന യോഗത്തിലും നടന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക. ഇക്കാര്യമായിരിക്കും പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുക. മാത്രമല്ല ഇതുവരെയുള്ള ഭീകരർക്കായുള്ള തിരച്ചിലിൻ്റെ കണ്ടെത്തലുകൾ എവിടം വരെയാണ്, എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതും മറ്റുമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ, ഇന്ന് 6 മണിക്ക് നടക്കുന്ന യോഗത്തിലാണ് പ്രധാനമായും രാജ്നാഥ് സിംഗ് എല്ലാ മന്ത്രിമാരോടും മറ്റും പ്രധാനമായും വെളിപ്പെടുത്തുക. മാത്രമല്ല ഭീകരർക്കായുള്ള തിരച്ചിൽ എത്രയും വേഗം തന്നെ ഊർജിതമാക്കിയിരിക്കുകയാണ്. എത്രയും വേഗം ഭീകരരെ കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യം. അതിനായി തന്നെ 25 ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇതിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ പാകിസ്ഥാനിലും യോഗം ചേരുന്നുണ്ട്. പാകിസ്ഥാനിലെ യോഗം ഇന്ന് രാവിലെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ ഒരു പ്രതികരണം തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 7 ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ 7 മാർഗങ്ങളാണ് അവർ പാകിസ്ഥാനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതും സിന്ധു നദീജല കരാറാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടിയായി തന്നെ പറയാൻ സാധിക്കുന്നത്. അത് മരവിപ്പിച്ചു എന്നുള്ളതാണ് പാകിസ്ഥാനിലെ ജനങ്ങൾക്കും അവിടെ മറ്റും ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പം ഇതിനെതിരെ ഉചിതമായൊരു മറുപടി തന്നെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ മുന്നോട്ട് വെക്കും, അല്ലെങ്കിൽ തിരിച്ച് പറയുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അല്പം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും ഇന്ന് നടക്കുന്ന പാകിസ്ഥാൻ്റെ യോഗത്തിലും അതുപോലെ വൈകുന്നേരം നടക്കുന്ന ഇന്ത്യയുടെ യോഗത്തിലും നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും വളരെ ഊർജിതമായും തന്നെ കാര്യക്ഷമമായും മുന്നോട്ട് പോവുകയാണ്. കാശ്മീരിലെ പ്രധാനമായും അമർനാഥ് അതുപോലെ പഹൽഗാം മേഖലകളും കനത്ത സുരക്ഷയിലാണ് ഇപ്പോഴും ആ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്നുള്ളവർക്കൊന്നും അവിടെ പ്രവേശനമില്ല. അതുപോലെ പ്രദേശവാസികളെ അടക്കം ഇവിടെ ചോദ്യം ചെയ്തു വരികയാണ് എന്നെയും അതുപോലെ കാശ്മീരിലെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും. എന്തായാലും സർവകക്ഷി യോഗം ഇന്നത്തെ 6 മണിക്ക് ചേരുന്ന സർവകക്ഷി യോഗത്തിലാണ് എന്തായിരിക്കാം ഇനി ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അടുത്ത നടപടി എന്നറിയാൻ സാധിക്കുക. മാത്രമല്ല ഇന്നലെ ചേർന്ന യോഗത്തിൽ പാകിസ്ഥാനെതിരെ എടുത്ത കടുത്ത നടപടിക്കെതിരെ പാകിസ്ഥാൻ എങ്ങനെയാണ് അതിനൊരു തിരിച്ചൊരു മറുപടി നൽകുക, അല്ലെങ്കിൽ എന്തായിരിക്കാം അവരുടെ അടുത്ത തീരുമാനമെന്ന് ഇന്ന് രാവിലെ ചേരുന്ന പാകിസ്ഥാന്റെ യോഗത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. ആതിര. തീർച്ചയായും സോന, ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ദേശീയ കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. എന്തായിരിക്കും പാകിസ്ഥാന് നയതന്ത്ര തിരിച്ചടി നൽകിയ ഇന്ത്യയിലേക്കുള്ള മറുപടി എന്നുമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാജ്യത്തെ കനത്ത ജാഗ്രതയടക്കം തുടരുകയാണ് ഇപ്പോഴും. തീർച്ചയായും പാകിസ്ഥാനും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കുറച്ച് മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതും ഇങ്ങനെയാണ്. കാരണം ഉടൻ തന്നെ ഇന്നലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയെടുത്ത ഇന്ത്യക്കെതിരെ ഇന്ന് രാവിലെ നടക്കുന്ന യോഗത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം കൈക്കൊണ്ട് ഉടൻ തന്നെ ഞങ്ങൾ അതിന് മറുപടി നൽകുമെന്നൊരു തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്നെ ആയാലും രാവിലെ നടക്കുന്ന പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലായിരിക്കും പാകിസ്ഥാനിൽ യോഗം നടക്കുക. അവിടുത്തെ ഒരു ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം. യോഗത്തിന് നേതൃത്വം നൽകുന്നതും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആയിരിക്കും. അത് പ്രധാനമായിട്ടും ക്യാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ മറ്റ് അംഗങ്ങളും അടക്കമാണ് ഈ പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കുന്നത്. ഇപ്പം ഇവരുടെ ഒരു യോഗമാണ് ഇന്ന് രാവിലെ നടക്കാനിരിക്കുന്നത്. ആ യോഗത്തിലാണ് എന്തായാലും എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഈ ഒരു തീരുമാനത്തെ പാകിസ്ഥാൻ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറുപടി എങ്ങനെയാണ്, ഇനി ഇതിനെതിരെ എങ്ങനെയായിരിക്കും ഇവർ പ്രതികരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ നടക്കുന്ന യോഗത്തിലാണ് എന്തായാലും അറിയാൻ സാധിക്കുക. എന്തായാലും പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗമാണ്. ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ എന്ത് തന്നെയാണെന്ന് തന്നെ ആയിരിക്കാം ഇന്ന് നടക്കുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ യോഗത്തിലും അവർ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആതിര.
സോന, ഭീകരർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കനത്ത ജാഗ്രതയിലാണ് ആക്രമണം നടത്തിയത്. 6 അംഗ സംഘമെന്നുള്ള അടക്കമുള്ള വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. തീർച്ചയായും 6 അംഗ സംഘം തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇന്നലെ തന്നെ പുറത്തു വന്ന ഒരു വിവരമായിരുന്നു അത്. അതിൽ 2 പേർ കാശ്മീർ സ്വദേശികളും ബാക്കിയുള്ളവർ അവിടെ പ്രദേശത്തുള്ള ലോക്കൽസ് ആണെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തുതന്നെയായാലും പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് തുടരുന്നത്. മറ്റും ജമ്മു കാശ്മീരിലെ പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമല്ല NI പോലുള്ള ആളുകളും മറ്റും സ്ഥലത്ത് സന്നാഹമായിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരെ ഒന്നും ഈ അമർനാഥ് അതുപോലെ ജമ്മു കാശ്മീരിലെ പഹൽഗാം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുന്നില്ല. മാത്രമല്ല കനത്ത സുരക്ഷ അതുപോലെ ഇന്നലെ ചേർന്ന യോഗത്തിലും മറ്റും ഇന്ത്യൻ സൈന്യത്തോട് പറഞ്ഞിരിക്കുന്നത് എന്തിനും തയ്യാറായി നിൽക്കുക എന്നൊരു നിലപാടാണ് ഇന്നലെ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്നലെ പുറപ്പെടുവിച്ചത്. എന്തിനും തയ്യാറായിക്കുക, എന്തും സംഭവിക്കാം, തിരിച്ചടിക്കാൻ ഒരുങ്ങിക്കോളൂ എന്നൊരു തീരുമാനമായിരുന്നു ഇന്നലെ എടുത്ത യോഗത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കനത്ത സുരക്ഷയിലാണ് വാഹനങ്ങളിൽ പോകുന്നവർക്കും മറ്റുമാണെങ്കിലും അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും ആണെങ്കിലും ഇനിയും ഒരു നിരപരാധിയുടെ ജീവൻ പോലും പൊലിയരുതെന്നൊരു തീരുമാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും അന്വേഷണ സംഘത്തെയും മറ്റും നിയോഗിച്ചിരിക്കുന്നത് അവിടത്തേക്ക്. മാത്രമല്ല പ്രധാനപ്പെട്ട മേഖലയായ അമർനാഥ് പഹൽഗാം മേഖലകളിലാണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെയും ഇതുപോലെ ഇന്നലെയും 2 ഭീകരരെ വധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടക്കമുള്ള മറ്റു കാര്യങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീകരരെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്. ആദ്ര സോന, രാജ്യം മറക്കാത്ത പൊറുക്കാത്ത കൊടും ക്രൂരതയാണ്. 26 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. വേനൽ അവധി ആഘോഷിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരാക്രമണം നടത്തിയത്. അന്വേഷണം ഇപ്പോഴും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിന് നിരപരാധികളായ 26 പേരുടെ ജീവനാണ് നടന്ന ഒരു ആക്രമണത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരുന്നത്. ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം കുറച്ച് നാൾ സന്തോഷത്തോടെ ചെലവഴിക്കാൻ പോകുന്ന അവരെയാണ് നിഷ്ഠൂരമായി ഈ പാകിസ്ഥാനിലെ ഇവർ കൊല്ലപ്പെട്ടത്. അതുപോലെ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ തന്നെയാണ് ഇന്ത്യ നേതൃത്വം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ തന്നെ തിരിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കം തിരിച്ചു നാട്ടിലെത്തിയിരുന്നു. അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഇന്നലെ പഹൽഗാം പോലുള്ള സ്ഥലത്തെത്തി യോഗം ചേർന്നു. എന്തായാലും കടുത്ത നടപടി തന്നെ പാകിസ്ഥാനെതിരെ എടുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ തന്നെ കടുത്ത തീരുമാനങ്ങളായിട്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു സിന്ധു നദീജല കരാറാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം നടന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു കരാർ അവർ മരവിപ്പിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു 26 പേരുടെ നിരപരാധികളായ 26 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പുതിയൊരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെയും അതുപോലെ അവിടുത്തെ കർഷകരെയും ആയിരിക്കും. കാരണം അവർക്ക് കൃഷിക്കും മറ്റും ആവശ്യമുള്ള ജലം ലഭിക്കുന്നത് പോലും ഇതുപോലെ സിന്ധു നദീജല തീരത്തു നിന്നാണ്. ഒരു 70% ജലവും പാകിസ്ഥാനാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. അപ്പം ഇത് പെട്ടെന്നൊന്ന് മരവിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് എന്തായാലും അവർ ഉടൻ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും പാകിസ്ഥാൻ സർക്കാരിന് എന്തായാലും കാശ്മീരിലെ ജനങ്ങളുടെ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും കടുത്ത അമർഷത്തിൽ രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും ഇനിയും ഉണ്ടാവാൻ പോകുന്നത്. മാത്രമല്ല രണ്ടാമതായിട്ടുള്ളത് പഞ്ചാബിലെ വാഘ അട്ടാരി അതിർത്തി അടച്ചിട്ടുണ്ട് സൈന്യം. ഇനി ആ വഴി എന്തായാലും പാകിസ്ഥാനിലെ ജനങ്ങൾക്കും മറ്റും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ പാക് പൗരന്മാർ ഒന്നിനകം തന്നെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. മെയ് 1 തന്നെ ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും തിരിച്ചു പോകണം. അതൊരു വലിയൊരു കടുത്ത നടപടി തന്നെയാണ്. അതുപോലെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല എന്നൊരു തീരുമാനവും കൈക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പൗരന്മാർ. അതുപോലെ 48 മണിക്കൂറിനകം ഈ ഒരു സാർക്ക് വിസ ലഭിച്ച് ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനകം തന്നെ തിരികെ പാകിസ്ഥാനിൽ എത്തിച്ചേരണം. ഇല്ലെങ്കിൽ കടുത്ത നടപടിയും അവർക്കെതിരെയും എന്തായാലും ഇന്ത്യൻ സൈന്യം എടുക്കുന്നതായിരിക്കും. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം അടക്കം 30 പേരായിട്ട് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെ കടുത്ത നടപടി തന്നെയാണ് എന്തായാലും എടുത്തിരിക്കുന്നത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ 28 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവത്തിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ
അതിശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്തായാലും ഭീകരർക്കായുള്ള തിരച്ചിലാണ്. അത് വളരെ ശക്തമായും ഊർജിതമായും തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന 6 മണിക്ക് ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിലും പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി എങ്ങനെ ഏത് തരത്തിലായിരിക്കും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഭീകരർക്കായി എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരിക്കും ഇന്ന് നടക്കുന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും പ്രധാനമായും തീരുമാനമെടുക്കുക. അമിത്ഷാ അടക്കം പങ്കെടുത്ത ഇന്നലെ നടന്ന യോഗത്തിലും ഇതേ അവസ്ഥ തീരുമാനങ്ങൾ തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് ഭീകരരെ കണ്ടെത്തണം. നമുക്ക് നഷ്ടപ്പെട്ട 26 ജീവൻ ഇനി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഇനിയും ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനം തന്നെയായിരിക്കും എന്തായാലും ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കുക. ആതിര. ശരി. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, പരമാവധി ശിക്ഷ നൽകണമെന്നാണ് വിനീതയുടെ കുടുംബം അടക്കം പറഞ്ഞിരിക്കുന്നത്. എപ്പോഴായിരിക്കും ശിക്ഷാവിധി? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം കോടതി ചേർന്നിട്ടുണ്ടായിരുന്നപ്പോൾ, അതായത് 21-ാം തീയതി കോടതി